ശ്രീ എം ജയചന്ദ്രൻ, ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാതെ അനന്തമായി നീട്ടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. സമാന വിഷയത്തിൽ സുപ്രീം കോടതി പഞ്ചാബ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ദിവസം കേരളത്തിന്റെ ഹർജി പരിഗണിക്കാനിരിക്കെ ഗവർണർ പൊടുന്നനെ ഈ ബില്ലുകൾ കൂട്ടത്തോടെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. 2 വർഷം ഗവർണർ 2.5 വർഷത്തോളം ഗവർണർ ഒരു നടപടിയും എടുക്കാതിരുന്ന ബില്ലുകളാണ്. പിന്നീട് ഇപ്പോൾ അത് രാഷ്ട്രപതിയുടെ പരിഗണനയിലായിട്ട് 1 വർഷത്തിലധികവുമാകുന്നു. അപ്പോൾ നോക്കൂ, കേന്ദ്ര സർക്കാരിന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവർണറും രാഷ്ട്രപതിയും ചേർന്ന് ഒരു സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? ഇത് അസിത, ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത്, ആരിഫ് ഖാൻ്റെ മോട്ടീവ് എന്തായിരുന്നുള്ളത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ തർക്കങ്ങൾ ഏതുമില്ല. ഇപ്പോഴും അതിൽ യാതൊരു വിയോജിപ്പില്ല. അന്ന് നമ്മൾ എടുത്ത നിലപാടുകൾ എന്താണോ അതിൽ ഉറച്ചു നിൽക്കുന്നു. ആൻറ്റി സ്റ്റേറ്റ് ആക്ടിവിറ്റീസാണ് ഈ കാര്യത്തിലടക്കം, സർവകലാശാലയുടെ കാര്യത്തിലടക്കം ആരിഫ് ഖാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആർക്കുമില്ല. അത് ഞാനിപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ വ്യക്തി ഇവിടുന്ന് ഗവർണർ സ്ഥാനം ബീഹാറിലേക്ക് അദ്ദേഹത്തിന് മാറ്റി കൊടുക്കപ്പെട്ടു. അവിടെയാണിപ്പോൾ അവിടുത്തെ ഗവർണർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രപതിയുടെ കാര്യം താങ്കൾ ചോദിച്ചതിനോട് ഞാൻ അതിനെ അങ്ങനെ കണ്ട് കാണുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ പ്രശ്നം സുപ്രീം കോടതി എടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ കോടതികൾ ചെയ്യുന്നത് നിയമം വ്യാഖ്യാനിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പരമോന്നത കോടതി തന്നെ ഇക്കാര്യം വിശദമായി പരിശോധിച്ച് വ്യാഖ്യാനിക്കട്ടെ എന്നൊരു താല്പര്യത്തിലാണ് രാഷ്ട്രപതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോടതി കടക്കുമെന്നും വിധിയുണ്ടാകുമെന്നുമാണ് പൊതുവിൽ നിയമവൃത്തങ്ങളും ഡൽഹിയിൽ നിന്നുള്ളവരുമായിട്ട് അന്വേഷിക്കുമ്പോൾ അവരും പറയുന്നത് അങ്ങനെയാണ്. അത് സ്വാഭാവികമായി ഈ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർ നീക്കുന്നത് സംബന്ധിച്ച് വീണ്ടും നിയമസഭ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ബില്ല് താഴേക്ക് അയക്കാനാണ് സാധ്യത എന്നുള്ള വാദഗതികളുണ്ട്. അതിന് കൂടുതൽ പ്രാമാണ്യമുണ്ട് ആ വാദഗതികൾക്ക്. കാരണം നിയമസഭയുടെ പരമാധികാരം ഉണ്ടല്ലോ ഇവിടെ. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ യുനാനിമസായിട്ടാണ്, ഏകകണ്ഠമായിട്ടാണ് ഈ ബില്ല് 2022 ഡിസംബർ 13 സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്നത്. 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഗവർണർക്ക് അത് അയച്ചു കൊടുക്കുന്നത്, കാര്യം നിയമവകുപ്പിൻ്റെ പരിശോധന കൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ബില്ലിനെ സംബന്ധിച്ചാണ് പിന്നീട് തർക്കം ഉണ്ടാവുകയും സുപ്രീം കോടതിയിലടക്കം പോവുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുന്നു. അപ്പോൾ അതുൾപ്പെടെയുള്ള ബില്ലുകൾ ഇപ്പോൾ പരിഗണിക്കാൻ പോവുകയാണ് സുപ്രീം കോടതി എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ പരിഗണിക്കപ്പെടുമ്പോൾ കേരളത്തിൻ്റെ വാദമുഖങ്ങൾ ഈ അവാസ്തവമല്ല, അല്ലെങ്കിൽ കേവലമായി പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു പ്രതിഷേധം മാത്രമല്ല, അതിൻ്റെ അകത്ത് കൃത്യമായ മൂല്യവത്തായ വിവരങ്ങളുണ്ട് എന്നുള്ള നിലപാട് തന്നെ സുപ്രീം കോടതി സ്വീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ സ്വീകരിച്ചാൽ, അങ്ങനെ സുപ്രീം കോടതി വിഷയത്തെ വ്യാഖ്യാനിക്കാൻ തയ്യാറായാൽ അത് കേരളത്തിന് ഗുണകരമാവുകയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം, നിയമം വന്നതെന്തുകൊണ്ടാണ്? നിയമസഭയ്ക്ക് അതിന് പരമാധികാരം ഉള്ളത് കൊണ്ട് തന്നെയാണ്. നിയമസഭയാണ് ചാൻസലറെ നിശ്ചയിക്കാൻ ചുമതലപ്പെട്ടയാൾ. അതല്ലാതെ കേന്ദ്ര നിയമത്തിൽ അതിന് വ്യവസ്ഥയൊന്നുമില്ല എന്നെല്ലാവർക്കും അറിയാം. ഗവർണർക്ക് സാധാരണഗതിയിൽ ഗവർണറെ ചാൻസലറാക്കി നിയമിക്കുന്നതും സംസ്ഥാന നിയമസഭ തന്നെയാണ്. അപ്പോൾ അതേ നിയമസഭയാണ് ഗവർണറുടെ ഇത്തരത്തിലുള്ള നിരന്തരമായ പ്രവർത്തികളെ മുൻനിർത്തി അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് മാറേണ്ടി വന്നതും വ്യത്യസ്തമായ തീരുമാനം എടുക്കേണ്ടി വന്നതും. ആ വ്യത്യസ്തമായ തീരുമാനം എടുക്കേണ്ടി വന്ന സാഹചര്യം, നിയമപരമായ സാഹചര്യം, നിയമസഭയുടെ അവകാശം, ഇതെല്ലാം മുൻനിർത്തിയുള്ള പോരാട്ടം സുപ്രീം കോടതിയിലും തുടരേണ്ടതുണ്ട്. അപ്പോൾ അത് തുടരുന്നതിന് രാഷ്ട്രപതിയും വലിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്ന വാർത്തകളുണ്ട്. രാഷ്ട്രപതിയുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. രാഷ്ട്രപതി ഭവനും അത്തരം കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറാവില്ല. പക്ഷേ പൊതുവിൽ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. മറ്റ് പല സ്റ്റേറ്റുകളും, ഉദാഹരണത്തിന് ബംഗാൾ, പഞ്ചാബിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ, അങ്ങനെ പല സ്റ്റേറ്റുകൾക്കും, തമിഴ്നാടാണെങ്കിൽ രൂക്ഷമായ പ്രതിസന്ധിയിലാണ് ഗവർണറും തമിഴ്നാട് സർക്കാരും വിവിധ വിഷയങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പല സംസ്ഥാനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് വേണം. സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരമുണ്ടോ ഇല്ലയോ, നിയമസഭ പാസ്സാക്കിയ ഒരു ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഗവർണർ
തീരുമാനമെടുക്കാതെ അത് ഫ്രീസ് ചെയ്ത് വെക്കുന്നതും പിന്നെ കുറേ കാലം കഴിയുമ്പോൾ പ്രതിഷേധത്തിനെ തുടർന്ന് രാഷ്ട്രപതിക്ക് അയക്കുന്നതും ശരിയാണോ എന്നുള്ള ചോദ്യങ്ങളടക്കമാണ് സുപ്രീം കോടതി ഇത് വ്യാഖ്യാനിക്കാൻ ഇരിക്കുന്നത്. അതിലാണ് നമ്മൾ പ്രതീക്ഷ വെക്കുന്നതും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അത് കൂടുതൽ ഗുണകരമാവുകയാണ് ചെയ്യുക എന്നാണ് ഞാൻ കാണുന്നത്, അസിത.